എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 16 തിങ്കളാഴ്ച. നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ തിരക്കുള്ളതായിരുന്നു. ശനിയാഴ്ചയും ഞാൻ ജോലിയിലായിരുന്നു. എങ്കിലും ശനിയാഴ്ച രാത്രി കുറച്ചു സമയം എനിക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം ചിലവഴിക്കാൻ സാധിച്ചു. പ്രണയദിനത്തിന്റെ ഭാഗമായുള്ള ചെറിയ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. ഇന്നലെ, അതായത് ഞായറാഴ്ച, നല്ലൊരു വിശ്രമദിനമായിരുന്നു. അധികം ജോലികളൊന്നുമില്ലാതെ കായികാഭ്യാസങ്ങൾ കണ്ടും വിശ്രമിച്ചും സമയം ചിലവഴിച്ചു. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളും ഇതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലേക്ക് കടക്കാം. നിലവിൽ വലിയ മാറ്റങ്ങളോ പുതിയ അറിയിപ്പുകളോ ബിസിനസ്സിൽ വന്നിട്ടില്ല, എങ്കിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഔദ്യോഗിക ചാനലുകളിലൂടെയോ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. നമ്മുടെ മുഖ്യ കാര്യനിർവാഹകൻ എങ്ങും പോയിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. ബിസിനസ്സിന്റെ അണിയറയിൽ വളരെ ഗൗരവകരമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുവരികയാണ്. വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അദ്ദേഹം നേരിട്ട് നിങ്ങളോട് സംസാരിക്കും. അതുപോലെ ഒരു പ്രധാന കാര്യം കൂടി അറിയിക്കാനുണ്ട്. അടുത്ത തിങ്കളാഴ്ച എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനാൽ അന്ന് ഇത്തരമൊരു തത്സമയ സംഭാഷണം സാധ്യമാകില്ല. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഞാൻ പുതിയൊരു സ്ഥലത്തുനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ശ്രമിക്കും. ചില സുഹൃത്തുക്കൾക്കൊപ്പം ചിലവഴിക്കാൻ പോകുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസരിപ്പും ഉന്മേഷവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ലളിതമായി പറഞ്ഞാൽ, തിളച്ചുപൊങ്ങുന്ന ഒരു ഉന്മേഷം എന്നാണർത്ഥം. എപ്പോഴും ചൈതന്യത്തോടെയും ആവേശത്തോടെയും ഇരിക്കുന്ന അവസ്ഥ. നമ്മൾ ഒരു വ്യക്തിയെ പ്രസരിപ്പുള്ള ആൾ എന്ന് വിളിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു പ്രത്യേക ഊർജ്ജം പ്രസരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാക്കാണിത്. നമ്മുടെ ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലും ഇത്തരം ഒരു മനോഭാവത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ബിസിനസ്സിൽ കൂട്ടായ ഉന്മേഷം എന്നത് വലിയൊരു ശക്തിയാണ്. ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തിനായി ആവേശത്തോടെയും സന്തോഷത്തോടെയും ഒന്നിക്കുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ആളുകൾക്കിടയിൽ ശക്തമായ ബന്ധം വളർത്താനും ജോലിയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. വെറുമൊരു ജോലി എന്നതിനപ്പുറം അതൊരു വികാരമായി മാറും. നമ്മുടെ ഇടയിൽ എപ്പോഴും അമിതമായ ഊർജ്ജം പ്രകടിപ്പിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്കും ഒരു ആവേശം തോന്നും. അത്തരം ആളുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നത് ബിസിനസ്സിന് വലിയ ഗുണം ചെയ്യും. കാരണം അവർ മറ്റുള്ളവരിലേക്ക് ആ ചൈതന്യം പകർന്നു നൽകുന്നു. ഇത്തരത്തിലുള്ള ഊർജ്ജം ബിസിനസ്സിൽ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും ഇത്തരം ഊർജ്ജസ്വലരായ ഒരു സംഘത്തിന് സാധിക്കും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവർക്ക് ഭയമുണ്ടാകില്ല. തങ്ങളെ പിന്തുണയ്ക്കാൻ ഒരു കൂട്ടം ആളുകൾ കൂടെയുണ്ടെന്ന ബോധ്യം അവർക്ക് ധൈര്യം നൽകുന്നു. രണ്ടാമതായി, ഇത് ഒരു ഒത്തൊരുമയുടെ വികാരം ഉണ്ടാക്കുന്നു. മടുപ്പിക്കുന്ന ജോലികൾ പോലും ആവേശകരമായി മാറ്റാൻ ഇതിലൂടെ സാധിക്കും. ജോലിസ്ഥലത്ത് സന്തോഷവും തമാശയും പ്രസരിപ്പും ഉണ്ടെങ്കിൽ ആരും അവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കില്ല. നമ്മുടെ ഈ കൂട്ടായ്മയിലും അത്തരമൊരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പരസ്പരം സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മൾ മുന്നോട്ടു പോകുന്നതുകൊണ്ടാണ് ഈ യാത്ര ഇത്ര മനോഹരമാകുന്നത്. മൂന്നാമതായി, ഇത് നമ്മുടെ ബ്രാൻഡിനോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ ബിസിനസ്സിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ ആ ആവേശം ഉണ്ടാകണം. നമ്മൾ വിരസമായി സംസാരിച്ചാൽ ആരും നമ്മെ ശ്രദ്ധിക്കില്ല. എന്നാൽ നമ്മൾ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നമ്മളിൽ വിശ്വാസം തോന്നും. അവർ നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ബിസിനസ്സിൽ ഈ പ്രസരിപ്പ് എങ്ങനെ കൊണ്ടുവരാം? ഇതിനായി ചില പ്രത്യേക രീതികൾ അവലംബിക്കാം. ദിവസവും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, ചെറിയ വിജയങ്ങൾ പോലും ആഘോഷമാക്കുക, ടീം അംഗങ്ങൾക്കിടയിൽ സന്തോഷം പകരുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയൊക്കെ ചെയ്യാം. നമ്മുടെ കൂട്ടായ്മയിൽ നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനമില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ? അത് വെറുതെയല്ല, എപ്പോഴും ശുഭചിന്തകൾക്ക് മുൻഗണന നൽകുക. ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധ്യം എപ്പോഴും കൂടെയുണ്ടാകണം. കൂടാതെ പഴയ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കുക. പുതിയ ഒരാളെ കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹത്തോടെയും കരുതലോടും കൂടെ നിലനിർത്തുന്നത്. അതിന് നമ്മുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ആ പ്രസരിപ്പുണ്ടായിരിക്കണം.
ഒപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നമ്മൾ തയ്യാറാകണം. നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നാൽ അതിൽ വിഷമിക്കാതെ അത് എങ്ങനെ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുക. പരാതികൾ പരിഹരിക്കുന്നത് ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഒരു തുറന്ന മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്നത്തെ നമ്മുടെ സംസാരം ഉപസംഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ്? മറ്റുള്ളവർക്ക് ഊർജ്ജം നൽകുന്ന ഒരാളാണോ നിങ്ങൾ? അതോ എപ്പോഴും നിരാശയിൽ ഇരിക്കുന്ന ആളാണോ? നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ പ്രസരിപ്പ് കണ്ടെത്തണം. ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പകരണം. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ഈ ആവേശം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.